അപ്പോൾ ഇതാ നമ്മുടെ ഓണം പരീക്ഷ അല്ലെ, ഓണപരീക്ഷ ആവാനായി നമ്മുടെ ഓണം എക്സാംസ് ഇതാ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു മാസം സമയം കൃത്യം ഇല്ല അല്ലെ, തികച്ച് നമുക്ക് ഒരു മാസം ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിതാ പഠിച്ചൊക്കെ തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, സമയം വളരെ കുറവാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഓണം എക്സാം വരാനായി കൃത്യമായിട്ടുള്ള ഡേറ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഏകദേശം ഓഗസ്റ്റ് 2nd വീക്ക്, രണ്ടാമത്തെ ആഴ്ച കഴിയുന്നതോട് കൂടിയാണ് നമുക്ക് ഈ ഒരു എക്സാം എന്ന് പറയുന്നത് തുടങ്ങാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എക്സാമിന് വരാവുന്ന പോർഷൻസ് ഏതൊക്കെയായിരിക്കും, ഓരോ സബ്ജക്റ്റിലെയും പോർഷൻസ് ഏതൊക്കെയാണെന്നാണ് മിസ് പറയുന്നത്. ആൻഡ് മിസ് പറയുന്നു ഇത് വരാൻ സാധ്യതയുള്ള പോർഷൻസ് ആണ് ഒരു 99% അല്ലെങ്കിൽ മിക്കവാറും ഈ പറയുന്ന മിസ് പറയുന്ന പോർഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. ചിലപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും, എന്നാൽ പോലും ഫസ്റ്റ് ടേമിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗങ്ങളും അതിൽ നിന്നുമായിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന ഓണം എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ മിസ് പിന്നെയും പറയാണ് വരാൻ സാധ്യതയുള്ളതാണ്. ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായേക്കാം, എന്നാൽ പോലും നിങ്ങൾക്ക് ഈ പറയുന്ന ഫസ്റ്റ് ടേമിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസും അതേപോലെ എക്സാമിന് മിക്കവാറും ചോദിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയായിരിക്കും എന്നാണ് മിസ് ഇന്ന് പറയാൻ പോകുന്നത്. ഓരോ സബ്ജക്ട്സിലെയും ഭാഗങ്ങൾ ഏതൊക്കെ യൂണിറ്റുകളാണ് എന്നുള്ളത് നമ്മൾ ഇന്ന് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതാ ആദ്യത്തെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് 2 യൂണിറ്റ്സ് ആണ് പഠിക്കാനായിട്ടുള്ളത് ഈ ഒരു ഓണം എക്സാമിന്. യൂണിറ്റ് 1 ദി മിറർ എന്ന് പറയുന്നതും അതേപോലെ തന്നെ യൂണിറ്റ് 2 ലെറ്റർ ടു ഗോഡ് എന്ന് പറയുന്നു. അപ്പോൾ ഈ 2 യൂണിറ്റിലുള്ള ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ഇനി മലയാളം നമ്മൾ കേരള പാഠാവലിയിലേക്ക് വരുന്ന സമയത്ത് തേനൂറും മലയാളം എന്നുള്ള യൂണിറ്റും അതേപോലെ കാണാ കാഴ്ചകൾ എന്നുള്ള ഈ 2 യൂണിറ്റ്സ് ആണ് ഉള്ളത്. ഇതിൽ തേനൂറും മലയാളം എന്ന് പറയുന്ന യൂണിറ്റിലെ മലയാള നാടെ ജയിച്ചാലും, പാത്തുമ്മയുടെ ആട്, കോയസൻ എന്നീ 3 പാഠങ്ങളും അതേപോലെ തന്നെ കാണാ കാഴ്ചകൾ എന്ന യൂണിറ്റിൽ അനന്തവിഹായസിലേക്ക് അതേപോലെ ഭൂമി സനാഥയാണ് എന്നീ പറയുന്ന 2 ചാപ്റ്റേഴ്സുമാണ് നിങ്ങൾക്ക് എക്സാമിന് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ കേരള പാഠാവലിയിൽ ഈ 2 യൂണിറ്റ്സ് തീർച്ചയായിട്ടും നോക്കി വയ്ക്കാം. ഓക്കെ, ഇനി അടിസ്ഥാന പാഠാവലിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു യൂണിറ്റ്, ആദ്യത്തെ നമ്മുടെ യൂണിറ്റ് ആയിട്ടുള്ള വിശ്വവിദ്യാലയം എന്നുള്ളതാണ്. അതിൽ വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ, കിളിനോട്ടം, എൻ്റെ വിദ്യാലയം എന്നീ 3 പാഠങ്ങൾ. ഓക്കെ, ഈ 3 പാഠങ്ങളാണ്, ഈ 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി ഹിന്ദിയിലേക്ക് വരുന്ന സമയത്ത് ഹിന്ദിയിലും നമുക്ക് 2 യൂണിറ്റ്സ് ആണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. ആ 2 എണ്ണം എന്ന് പറയുന്ന ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള അൻമോൾ പ്യാരും അതേപോലെ തന്നെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ചാന്ദ് കെ സാത്ത്. ഇതിൽ ആദ്യത്തെ യൂണിറ്റിലുള്ള പ്യാരി മാ, ഘർ, സ്കൂൾ കെ രാസ്തേ മേ, പതംഗ് കെ സാത്ത് എന്ന് പറയുന്ന ആദ്യത്തെ യൂണിറ്റിലെ ചാപ്റ്റേഴ്സും അതേപോലെ നമ്മുടെ ചാന്ദ് കെ സാത്ത് എന്ന് പറയുന്ന യൂണിറ്റിലത്തെ ക്യാ ഹുവ അസ്പതാൽ മേ എന്ന് പറയുന്ന 2 ചാപ്റ്റേഴ്സും. അങ്ങനെ മൊത്തം 6 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഹിന്ദിയിൽ അങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇനി നമ്മൾ ബേസിക് സയൻസിലേക്ക് വരുമ്പോൾ ബേസിക് സയൻസിൽ നമുക്ക് 3 യൂണിറ്റ്സ് ആണ് നോക്കാനായിട്ടുള്ളത്. ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള നോ ദ പ്ലാന്റ് വേൾഡ് ക്ലോസ്ലി അഥവാ സസ്യലോകത്തെ അടുത്തറിയാം എന്നുള്ള ഈ ചാപ്റ്ററും അതേപോലെ തന്നെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ലൈഫ് ഗീവിംഗ് വാട്ടർ അല്ലെങ്കിൽ ജീവജലം എന്ന് പറയുന്ന ആ യൂണിറ്റും അതേപോലെ മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സെലസ്റ്റിയൽ ഷാഡോ സൈറ്റ്സ് അഥവാ മാനത്തെ നിഴൽ കാഴ്ചകൾ എന്ന് പറയുന്ന ഈ 3 യൂണിറ്റുകളാണ് നിങ്ങൾക്ക് ബേസിക് സയൻസിൽ നോക്കാനായിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ 3 യൂണിറ്റ്സും നിങ്ങൾ പഠിക്കുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി സോഷ്യൽ സയൻസിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ 4 യൂണിറ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്ന റോഡ് ടു ഹിസ്റ്ററി അഥവാ ചരിത്രത്തിലേക്ക് എന്ന് പറയുന്ന യൂണിറ്റ്. ഇനി രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഫ്രം സ്റ്റോൺ ടു മെറ്റൽ, കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക്. അതേപോലെ യൂണിറ്റ് 3 ആ ഫാമിലി നമ്മുടെ കുടുംബം എന്ന് പറയുന്ന മൂന്നാമത്തെ യൂണിറ്റും. നാലാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സ്പെൻഡ് കെയർഫുള്ളി അഥവാ കരുതലോടെ ചെലവിടാം എന്ന് പറയുന്ന ഈ 4 യൂണിറ്റ്സ് ആണ് നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ പഠിക്കാനുണ്ടായിരിക്കുക. ഓക്കെ, ഇനി മാത്സ്. ഓക്കെ, നമ്മുടെ ഗണിതത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 3 യൂണിറ്റുകളാണ് പഠിക്കാനുണ്ടായിരിക്കുക. മാത്സിൽ നിങ്ങൾക്ക് നമ്പർ വേൾഡ് സംഖ്യാലോകം, അതേപോലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള വെൻ ലൈൻസ് ജോയിൻ വരകൾ ചേരുമ്പോൾ എന്ന് പറയുന്ന യൂണിറ്റും, അതേപോലെ തന്നെ ഈക്വൽ ഷെയറിംഗ് ഭാഗം വെക്കൽ എന്ന് പറയുന്ന മൂന്നാമത്തെ യൂണിറ്റും. അങ്ങനെ 3 യൂണിറ്റുകൾ നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കും. ഓണപരീക്ഷയ്ക്ക് മാത്സിൽ നിങ്ങൾക്ക് ഈ 3 യൂണിറ്റുകളായിരിക്കും പഠിക്കാനായിട്ടുണ്ടായിരിക്കുക. ഇനി യെസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇനിയില്ല. ഇത്രയും വിഷയങ്ങളിൽ ഇത്രയും യൂണിറ്റ്സ് ആണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. മിസ് പറഞ്ഞ പോലെ തന്നെ ഇത് വരാൻ സാധ്യതയുള്ള പോർഷൻസ് ആണ്. മിക്കവാറും ഇത് തന്നെയായിരിക്കും. ഇതിൽ ചിലപ്പോൾ അവസാനത്തെ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വന്നാൽ പക്ഷെ വരാൻ സാധ്യതയില്ല. ഈ പറയുന്ന പോലെ ഈ യൂണിറ്റുകൾ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയും യൂണിറ്റ്സ് എല്ലാം തന്നെ നിങ്ങൾ നന്നായി പഠിച്ചു വയ്ക്കുക. മിസ് പറഞ്ഞ പോലെ തന്നെ ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, നമുക്കിനി ഒരു മാസം തികച്ചില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എന്ന് മിസ്സിന്
പേരൻസിന് അറിയാം. പക്ഷേ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാൻ. നമുക്കിനി കുറച്ച് സമയമുള്ളൂ, നമുക്ക് ഫുൾ മാർക്സ് വാങ്ങണ്ടേ, എക്സാമിന് നമുക്ക് അടിച്ചു പൊളിച്ച് എഴുതണ്ടേ, നല്ല തകർത്ത് എഴുതണ്ടേ. അപ്പോൾ അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠിത്തമൊക്കെ നല്ല തകൃതിയായിട്ട് കൊണ്ടുപോകുക, നല്ല ഉഷാറായിട്ട് കൊണ്ടുപോകുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.